Again, വെൽക്കം ബാക്ക് ടു അബ്സല്യൂട്ട് സിനിമ. അബ്സല്യൂട്ട് സിനിമയുടെ ഏറ്റവും എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായിട്ടുള്ള സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ നമ്മളിതുവരെ നമ്മുടെ മൂവി സജഷനിലൂടെ പരിചയപ്പെടുത്താത്ത ഒരു ജോണറിലുള്ള സിനിമയാണ്. ഒരു പൊളിറ്റിക്കൽ സറ്റയറാണ്. അപ്പോൾ ഒരു ആക്ഷേപഹാസ്യ സിനിമയാണ്. ഇതൊരു ഒരു കോമഡി സിനിമയാണ്. അപ്പം എനിക്ക് ഉറപ്പാണ് ഈ ഒരു സിനിമയുടെ പോസ്റ്ററോ അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലെ കഥാപാത്രത്തിൻ്റെ അലാദീൻ്റെ പോസ്റ്ററോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയോ മീമായിട്ട് കാണാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള ഒരു കൾട്ട് ക്ലാസിക് സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നൊരു സിനിമയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന. സിനിമയുടെ പേര് ദി ഡിക്റ്റേറ്റർ. 2012 റിലീസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ലാരി ചാൾസ് എന്ന് പറഞ്ഞ സംവിധായകനാണ് ഈ സിനിമ നമുക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത്. സിനിമ സംസാരിക്കുന്നത് ഒരു സറ്റയറാണ്. അതായത് സിനിമ ഒരു പൊളിറ്റിക്കൽ സറ്റയറാണ്, ആക്ഷേപഹാസ്യമാണ്. ഇപ്പം CID മൂസ എന്ന് പറഞ്ഞൊരു സിനിമ, ആ സിനിമയിൽ ഇപ്പോൾ ഹരിശ്രീ അശോകൻ സ്കൈലൈൻ എന്ന് പറഞ്ഞ ആ ഒരു വലിയ ഫ്ലാറ്റിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നും ഒരു ബെഡ് മാത്രം എടുത്ത് ചാടുന്നുണ്ട് താഴേക്ക്. അപ്പം താഴേക്ക് വീണ് അദ്ദേഹം ഒരു മൺകൂനയുടെ മുകളിലേക്ക് വീണിട്ട് ഒന്നും പറ്റാത്ത രീതിയിൽ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അതെന്താ അത്രയും വലിയ ഉയരത്തിൽ നിന്ന് ചാടിയിട്ട് അയാളുടെ കയ്യും കാലും ഓടിയായിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം അതൊരു ഓവർ ദി ടോപ്പായിട്ടുള്ള സിനിമയാണ്. ആ സിനിമയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്ത് വേണമെങ്കിലും ആ കഥാപാത്രങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. അതിനുള്ള ഒരു ഫുൾ ഫ്രീഡം നമ്മൾ കൊടുക്കും, പ്രേക്ഷകർ അറിയാതെ കൊടുക്കും. അപ്പോൾ ആ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടാണ്. കാരണം അത് എവിടെയെങ്കിലും പാടിപ്പോയി കഴിഞ്ഞാൽ ഇത്രത്തോളം അരോചകമായിട്ടുള്ളൊരു ജോണർ ഇല്ല. കാരണം അതങ്ങനെയാണ് ഈ ഓവർ ദി ടോപ്പ് മൂവീസ് അല്ലെങ്കിൽ കാര്യങ്ങളെ എക്സാജറേറ്റ് ചെയ്ത സിനിമകളുടെയൊക്കെ ഒരു പ്രത്യേകത. ഇപ്പം 3 കിങ്സ് അത്തരത്തിലുള്ള സിനിമയാണ്. 3 കിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിനകത്ത് ജഗതിയുടെ ഡ്രൈവർ ഫ്ലൈറ്റ് ഓട്ടിക്കുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സീൻ കണ്ടിട്ട് നമ്മൾ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ജോണർ അല്ലെങ്കിൽ ആ സിനിമയിലേക്ക് നമ്മൾ ഇന്നാവണം. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര അരോചകമായിരിക്കും. പക്ഷേ ഈ സിനിമ കൃത്യമായിട്ടും ആ ഒരു ജോണറിനോട് പൂർണ്ണമായിട്ട് നീതി പുലർത്തിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊരു പൊളിറ്റിക്കൽ സറ്റയർ ആണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ CID മൂസ പോലെയും 3 കിങ്സ് പോലെയും ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യത്തെ ഒരു ആക്ഷേപഹാസ്യത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ കഥാഗതിയൊക്കെ ഭയങ്കര രസമാണ്. ഹാൽദിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു രാജ്യം. ആ രാജ്യത്തെ ഏകാധിപതിയാണ് നമ്മുടെ ദി ജനറൽ അഡ്മിറൽ അലാദി. അദ്ദേഹമാണ് അവിടുത്തെ ഏകാധിപതികളെ തേച്ച് വാരി ഒട്ടിക്കുന്ന സിനിമയാണ്. അവരുടെ ചെയ്തികളെല്ലാം തേച്ച് വാരി ഒട്ടിക്കുന്ന സിനിമയാണ്. ഈ സിനിമയിലുടനീളം അങ്ങോട്ട് പോകും തോറും ഓരോ കാര്യങ്ങളും, അതായത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഓരോ ഇരട്ടത്താപ്പിനെക്കുറിച്ച്, ജനാധിപത്യ സമ്പ്രദായത്തെക്കുറിച്ച്, സ്വേച്ഛാധിപത്യത്തെക്കുറിച്ച്, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഭയങ്കരമായ രീതിയിലുള്ള വിമർശനം. അത് കോമഡി എന്നോണം സിനിമ വിമർശിക്കുന്നുണ്ട്. ഭയങ്കര എൻജോയബിൾ ആയിരുന്നു ഈ സിനിമ. ഒരുപാട് സീനിൽ നല്ല രീതിയിൽ ഞാൻ ചിരിച്ചിട്ടുണ്ട് ഈ സിനിമ കണ്ട്. അങ്ങനെ ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ട് അത്തരത്തിൽ വാവിട്ട് ചിരിക്കുന്ന ഒരു അനുഭവം വളരെ ചുരുക്കമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ ഞാൻ ഭയങ്കര രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് നമ്മുടെ അലാദീൻ്റെ ഇൻട്രൊഡക്ഷൻ തൊട്ട് സിനിമ അങ്ങോട്ട് സഞ്ചരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സീക്വൻസിൽ നമുക്ക് നല്ല രീതിയിൽ ചിരിച്ചിട്ടുണ്ട്. ഞാൻ ഫോർ എക്സാമ്പിൾ ഇതിനകത്തൊരു ഹെലികോപ്റ്ററിൽ വെച്ചിട്ടുള്ളൊരു കോൺവെർസേഷൻ ഉണ്ട്. അത് ഭയങ്കര രസമാണ്. അത് ഭയങ്കര ആ ഒരു സിറ്റുവേഷനുമായിട്ട് ഭയങ്കര രസമായിട്ട് അത് പോയിട്ടുണ്ട്. പിന്നീട് ബാറിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ പേര് ചോദിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സീൻ. അവിടെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഞാൻ ആവർത്തിച്ച് കണ്ട ആ സീൻ ചിരിച്ചിട്ടുണ്ട്. സിനിമയിലുടനീളം ഇതേണക്കുള്ള നല്ല രീതിയിൽ ചിരിക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ കഥാഗതിയൊക്കെ വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞ പോലെ ഹാൽദിയ എന്ന് പറഞ്ഞൊരു സാങ്കല്പിക രാജ്യവും ആ രാജ്യത്തിലെ ഏകാധിപതിയായിട്ടുള്ള ജനങ്ങളുടെ കാര്യങ്ങളും നോക്കാതെ സ്വന്തം കാര്യം നോക്കി സ്വന്തം സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന, തൻ്റെ കൂട്ടുകാർക്കെല്ലാം ആറ്റം ബോംബുണ്ട്, തനിക്കും ആറ്റം ബോംബ് വേണമെന്ന് പറഞ്ഞ് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഈ സയൻറ്റിസ്റ്റിനെ കൊണ്ട് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സ്വേച്ഛാധിപതിയായിട്ടുള്ള ഒരു രാജ്യതലവൻ. UN സംസാരിക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടുകയും അങ്ങനെ അയാൾ അമേരിക്കയിലേക്ക് ട്രാവൽ ചെയ്ത് പോകുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടിട്ട് അമേരിക്കയിൽ ഒറ്റപ്പെടുകയാണ്. അപ്പോൾ അവിടുന്ന് അയാളാണ് യഥാർത്ഥത്തിൽ അലാദീൻ എന്ന് വരുത്തി തീർക്കാനായിട്ട് അയാൾ നടത്തുന്ന ശ്രമങ്ങളാണ് സിനിമ സംസാരിക്കുന്നത്. അപ്പം ആ ഒരു പർട്ടിക്കുലർ സിനിമ ആ ഒരു പോയിൻ്റൊക്കെ എത്തുമ്പോഴത്തേക്കും അയാളൊരു സാധാരണക്കാരൻ എന്നോണം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അവിടെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് എല്ലാം വളരെ ചെറിയൊരു ലവ് ട്രാക്ക് പരിപാടിയൊക്കെ സിനിമ സംസാരിക്കുന്നുണ്ട്. മൊത്തത്തിൽ നമ്മളൊന്ന് മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു നല്ല
ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര വലിയൊരു സിനിമയാണെന്നൊന്നും ഞാൻ പറയത്തില്ല. വളരെ ഫണ്ണായിട്ടുള്ളൊരു സിനിമയാണ്. നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്ന ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഒരുപാട് സീൻ കണ്ടിട്ട് ചിരിച്ചിട്ടുണ്ട്. ഒരുപാട് സീനുണ്ട്. ഞാൻ 1-2 എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് സീക്വൻസ് ഇങ്ങനെ സിനിമ വന്നു പോകുന്നുണ്ട്. ഇതിൻ്റെ ക്യാമറ വർക്കിനെ കുറിച്ചോ എഡിറ്റിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ സൗണ്ടിനെ കുറിച്ചോ ഒന്നും പറയേണ്ടതില്ല. സിനിമ സംസാരിക്കുന്നത് തന്നെ ഒരു ഓവർ ദി ടോപ്പായിട്ടുള്ള സബ്ജക്റ്റാണ്. അത് സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണോ ഒരു സിനിമയിൽ വേണ്ടത് അതെല്ലാം സംവിധായകൻ കൃത്യമായിട്ട് തന്നെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും കാതലെന്ന് പറഞ്ഞാൽ അലാദീൻ എന്ന് പറഞ്ഞ കഥാപാത്രം അവതരിപ്പിച്ച നായക നടൻ്റെ പെർഫോമൻസാണ്. അദ്ദേഹം ഇല്ല എന്നുണ്ടെങ്കിൽ സിനിമ ഇല്ല. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് എത്രത്തോളം പ്രശംസിച്ചാലും മതിയാവില്ല. സമാന സ്വഭാവമുള്ള ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ബോറാറ്റ് എന്ന് പറഞ്ഞ ഒരു സിനിമ ഇതേ രീതിയിലുള്ളൊരു ഡോക്യുമെൻ്ററി പോലെ തോന്നുന്ന ഒരു സറ്റയറാണ്. അതും ഇതേപോലത്തുള്ളൊരു കോമിക് പരിപാടിയാണ്. ഒരുപാട് കാര്യങ്ങളെ നമ്മൾ സിനിമയിലൂടെ പരിഹസിക്കുന്ന ഒരു സിനിമയാണ്. അതേ കാറ്റഗറി വിടുന്ന ഒരു സിനിമയാണിത്. അത് കണ്ട് ചിരിച്ചതിനെക്കാട്ടി കൂടുതൽ ഞാൻ ഈ ഒരു സിനിമ കണ്ട് ദി ഡിക്റ്റേറ്റർ കണ്ട് ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മൂഡ് ഓഫ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഒരുപാട് ത്രില്ലർ സിനിമകളും ഡ്രാമ സിനിമകളൊക്കെ കണ്ടിട്ട് ജോണർ ഒന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരത്തിൽ പരീക്ഷിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ദി ഡിക്റ്റേറ്റർ. കാണാൻ താല്പര്യമുള്ള എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് അബ്സല്യൂട്ട് സിനിമ വീണ്ടും എത്താം. ദിസ് ഇസ് മീ രോഹിത് സൈനിങ് ഓഫ്. യു ആർ വാച്ചിങ് അബ്സല്യൂട്ട് സിനിമ. ബൈ.